ഒന്ന് രാജാക്കന്മാർ അധ്യായം 8. ദേവാലയ പ്രതിഷ്ഠ. രാജാവും ജനവും കർത്താവിൻ്റെ മുൻപിൽ ബലിയർപ്പിച്ചു. സോളമൻ 22,000 കാളകളെയും 1,20,000 ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി. അന്നു തന്നെ രാജാവ് കർത്താവിൻ്റെ ആലയത്തിന് മുൻപിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു. അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത്. കർത്താവിൻ്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. സോളമൻ ഹമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ 7 ദിവസം ഉത്സവം ആഘോഷിച്ചു. 8-ാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു. അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു.